ഒരുപാട് ആചാര്യന്മാരുണ്ട്. വാതോരാതെ സംസാരിക്കുന്ന, വാക്ചാതുര്യങ്ങൾ കൊണ്ട് എന്നാ പറയുന്നത്, ജനങ്ങളെ എടുത്തിട്ട് അമ്മാനം അടിക്കുന്ന ആചാര്യന്മാർ, അവരെ കൈകുപ്പി നിൽക്കുന്ന ഒരുപാട് അനുയായികളുമുണ്ട്. പക്ഷേ അവരുടെ ഈ വാചാലതയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അറിയാം വെറും പൊള്ളത്തരങ്ങളാണ്. കാരണം ഏതെങ്കിലും ഒരു പുസ്തകം, ഏതെങ്കിലും ഒരു വേദം അല്ലെങ്കിൽ ഒരു വേദാന്തം എഴുതി വച്ചിരിക്കുന്ന പഴയകാലത്തെ ആചാര്യന്മാരുടെ വാക്കുകളെ ഗണിച്ചെടുത്ത് അതിലേക്ക് ആഴ്ന്നിറങ്ങി അതിന് കുറേ വ്യാഖ്യാനങ്ങൾ, അത് അവരുടേത് മാത്രമാണെന്ന് ഓർക്കണം. ഇതേ വാക്യത്തിന് വേറൊരാൾ കൊടുക്കുന്ന വേറൊരു വ്യാഖ്യാനമാണ്. എന്നിട്ട് അതിൽ മാത്രം പിടിച്ചു തൂങ്ങി കുറേ ജനങ്ങളെ വാഗ്ധാരണികൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അങ്ങോട്ട് ആകർഷിച്ച് നിർത്തുക. എന്നിട്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെല്ലാം കുറ്റം പറയുക. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് സത്യസന്ധമായ, ദൈവികമായിട്ടുള്ളതോ അല്ലാത്തതോ ആവട്ടെ, എന്തായാലും മാനുഷിക പുരോഗതിക്ക് വേണ്ടി എല്ലാ മനുഷ്യരും അംഗീകരിക്കപ്പെടുന്ന, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഒരു പ്രബലമായ കെട്ടുറപ്പുള്ള തത്വസംഹിതകളും അതിൻ്റേതായ നീക്കുപോക്കുകളുമാണ് വേണ്ടത്. ഒരാചാര്യൻ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കേണ്ടതും അങ്ങനെയാണ്. അതായത് ചുമ്മാ കർമ്മ അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ബ്രഹ്മ അങ്ങനെ ഇങ്ങനെയുള്ള കുറേ വാക്കുകൾ പറഞ്ഞിട്ടോ ഒന്നുമല്ല. ഈ കർമ്മവും ബ്രഹ്മവും അതിൻ്റെ സംഗമവും എന്താണെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ നേർവഴിക്ക് നടത്താൻ കഴിവുള്ള ഒരു ആചാര്യൻ, അയാളായിരിക്കണം ആചാര്യനായിരുന്നുകൊണ്ട് അനുയായികളെ വഴിതെളിയിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു ആചാര്യനുണ്ടെങ്കിൽ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു. എനിക്കതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തരിക. നന്ദി, നമസ്കാരം.